മൊബൈലിനെ കുറിച്ച് ഹുസൈൻ നസർ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യർ അവരുടെ ഇന്നർ വേൾഡിലേക്ക് ദൈവവുമായി സംസാരിക്കാനുള്ള പ്രൈവറ്റ് സ്പേസിലേക്ക് ഒതുങ്ങി ശാന്തിയോടെ ഇരിക്കാനുള്ള ആ ഒരു സാഹചര്യത്തെ സെൽഫോണുകൾ ഇല്ലാതാക്കി. മറിച്ച് അത് എക്സ്റ്റേണൽ വേൾഡിലേക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ മനുഷ്യനെ നിർബന്ധിച്ചു. മനുഷ്യനൊരു ഇന്നർ വേൾഡ് ഉണ്ട്, മനുഷ്യനൊരു അന്തർലോകമുണ്ട്. ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ ഏറ്റവും സുഖകരം സൗകര്യപ്രദവും ആ ലോകമാണ്. അതിന് പുറമെ അത് ചെയ്യാൻ പറ്റാതെ അതിന് പകരം എപ്പോഴും നോട്ടിഫിക്കേഷൻസിലൂടെ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കാൻ മനുഷ്യനെ നിർബന്ധിച്ചു. പുതിയ സാമൂഹ്യ ക്രമം, പുതിയ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയകൾ ഉണ്ടാക്കിയ, പുതിയ വിനിമയം ഉണ്ടാക്കിയ സാമൂഹ്യ ഘടന നമ്മളെ അതിനെ നിർബന്ധിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത്ര ഡാറ്റ പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നെവർ ബീൻ ഇൻ ഹിസ്റ്ററി എന്നാണ് പറയുന്നത് വിദഗ്ധരൊക്കെ. മനുഷ്യ ചരിത്രത്തിൽ ഇന്നവരെ ഇത്രയും ബിഗ് എമൗണ്ട് ഓഫ് ഡാറ്റ പ്രോസസ്സ് ചെയ്യേണ്ട ഗതികേട് മനുഷ്യർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ യുവൽ ഹരാരി ഒക്കെ പറയുന്നത് പിന്നെ ഇൻഫർമേഷൻ ഡയറ്റ് വേണമെന്നാണ്. ഇതുപോലെ നമുക്ക് ഫുഡിൻ്റെ ഡയറ്റ് ഉള്ളതുപോലെ ആവശ്യത്തിലധികം ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇത്ര ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മനുഷ്യർക്ക് ഗുണകരം എന്ന പേരിലാണ് ചെയ്തത്. പക്ഷെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പണമുള്ള ആളുകൾ ആ ഫുഡ് തിന്ന് തടിച്ച് കൊഴുത്ത് ഒബീസിറ്റി വന്നു, രോഗം വന്നു. അപ്പോൾ അതിനെ പരിഹരിക്കാൻ മറ്റൊരു മാർക്കറ്റ് കൂടി ഉണ്ടായി. ഡയറ്റ് എങ്ങനെ വ്യായാമം ചെയ്യാം, എങ്ങനെ മരുന്നുകൾ കഴിച്ചിട്ട് ഇതിനെ ചുരുക്കാം, പിന്നെ കുടവയർ ഇല്ലാതാക്കാം എന്നുള്ള ചർച്ച വേറെ സ്ഥലത്തുണ്ട്. അതേസമയം വലിയൊരു വിഭാഗം ആളുകൾ പട്ടിണി കിടക്കുകയും ചെയ്യുന്നു.